ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 49-50 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 49-50 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. മതി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ വാക്യം അറിയാത്ത ആരും തന്നെ ഇവിടെയില്ല. കാരണം ഇത് മറിയ പറഞ്ഞ വാക്കുകളാണ്. ഇസ്രായേലിയ സ്ത്രീകൾ അവരുടെ അമ്മമാരും അപ്പന്മാരും പറഞ്ഞു കേട്ടൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ തലമുറയിൽ ക്രിസ്തു ജനിക്കും, സ്ത്രീയുടെ സന്തതിയായി തന്നെ ജനിക്കും. അത് നിങ്ങളിലും ആകാം. ആ സ്ത്രീകൾ വളരെ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട്, കർത്താവേ നിന്റെ പ്രവൃത്തിക്കായി എന്നെ തിരഞ്ഞെടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ പ്രാർത്ഥനയുടെ മറുപടി മറിയയുടെ ലൈഫിൽ വെളിപ്പെട്ടു വന്നതാണ് ഇവിടുത്തെ ചരിത്ര പശ്ചാത്തലം. അവിടെ അവൾ പറയുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. സ്തോത്രം. എന്നിട്ട് എഴുതിയിരിക്കുക, അവൻ്റെ കരുണ തലമുറ തലമുറയായിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് ആ വചനം ധ്യാനിക്കാനായിട്ട് 35-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കണം. വായിച്ചെങ്കിലേ നമുക്ക് ആ വാക്യം നമുക്ക് ഇച്ചിരൂടെ മനസ്സിലാക്കാൻ പറ്റും. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഈ മറിയനടുക്കൽ ദൂതൻ വന്നേച്ച് പറയുക, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അപ്പനും അമ്മയും ഇട്ട പേര് മറിയെന്ന, പക്ഷെ കർത്താവ് ഇട്ട പേര് കൃപ ലഭിച്ചവളെ എന്ന. സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ കർത്താവ് നിങ്ങളെ ഒരു ഓമന പേരിടണമെന്നൊക്കെ? സ്തോത്രം. അപ്പനും അമ്മയിട്ട പേരിനകത്ത് നിങ്ങൾക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല, പേടിക്കുകയൊന്നും വേണ്ട. അപ്പനൊരു പേരിടാൻ പറഞ്ഞാൽ മതി. ചില വീട്ടിലൊക്കെ ചില പിള്ളേർക്ക് പേരുണ്ടെങ്കിലും അപ്പനും അമ്മയും വിളിക്കുന്ന ഓമന പേരുണ്ട്. സ്തോത്രം. പപ്പി മോള്, കുട്ടുമോള്, കുട്ടുമോന്, സ്തോത്രം, മുത്ത്, ചക്കര, ഇങ്ങനെയൊക്കെ. നിങ്ങളാരും കേട്ടിട്ടില്ലാത്തോലെ എന്നെ നോക്കുന്നു ഇല്ലേ? ഇതുപോലെ ദൈവം വേദപുസ്തക ചരിത്രത്തിൽ ഒത്തിരി പേരെ ദൈവം ഓമന പേരിട്ടിട്ടുണ്ട്. ദാനിയേലിന്റെ അടുക്കൽ ചെന്ന് പ്രിയ പുരുഷനായ, ദൈവയുടെ പേര് പ്രിയ പുരുഷൻ. അപ്പം ദൂതൻ മറിയയുടെ അടുക്കൽ വന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. സ്തോത്രം. അപ്പോൾ അവൾ ചോദിച്ചു, ഇത് എന്തൊരു വന്ദനം? ഇന്ന് വരെ കേൾക്കാത്തൊരു വന്ദനം. അവളോട് പറയുകയാണ്, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അപ്പോൾ അവൾ ചോദിക്കുക, പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ കൊടുക്കാൻ മറുപടി. സ്തോത്രം. അതാ വായിച്ചു കേട്ടത്. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അവിടെ നിൽക്കാൻ പോവും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ദൈവത്തിന്റെ പദ്ധതി ഒരു വ്യക്തിമേൽ വെളിപ്പെടുത്തുവാൻ ദൂതൻ പറയാം, നിന്റെ മേൽ ഇതുവരെ ഇല്ലാത്തൊരു നിഴല് ഇപ്പം മുതൽ വരാൻ തുടങ്ങും. ആ നിഴൽ എന്താന്ന് നീ കേട്ടോണം. സ്തോത്രം. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടാൻ തുടങ്ങും. ഞാൻ അല്പനേരം ഒന്ന് നിൽക്കാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതി ഒരു വ്യക്തിയിൽ രൂപപ്പെടാൻ തുടങ്ങിയപ്പോൾ ദൈവദൂതൻ ദൂത് കൊടുക്കുക, ഇതുവരെ നിന്റെ മേൽ വീണ നിഴലല്ല, ഇന്നൊരു പുതിയ നിഴൽ നിന്റെ മേൽ വീഴാൻ പോവാ. ആ നിഴലാണ് അത്യുന്നതന്റെ നിഴല്. ഞാനിവിടെ നിന്നോടൊരു ദൂത് പറയാം. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്നെക്കുറിച്ച് കുറിച്ചു വെച്ച ചില കാര്യം നിന്റെ കുടുംബത്തിൽ ഉരുവായി വരാനും, നിന്നിൽ ഉരുവായി വരാനും, നിന്റെ ജനറേഷനിൽ വെളിപ്പെട്ടു വരാനും ഇതുവരെ നിന്റെ മേൽ ഇല്ലാത്തൊരു നിഴല് ഇന്നെൻ്റെ ദൈവം നിന്റെ മേൽ അയക്കട്ടെ. സ്തോത്രം.
അതങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 2-ാം വാക്യം കാണാതറിയാവുന്ന വാക്യമാണ് പറയുന്നത്. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുകയാണ്. പ്രവാചകൻ ആത്മക്കണ്ണുകളിലൂടെ കാണുക, അന്ധകാരം ഈ ഭൂമിയിൽ പലരെ മൂടിക്കൊണ്ടിരിക്കുക. അന്ധകാരത്തിൻ്റെ നിഴല് പല വീടുകളെ മൂടിക്കൊണ്ടിരിക്കുക. സ്തോത്രം, സ്തോത്രം. എന്നാൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത പദം പറയാം, ഭൂമി പാഴായും ശൂന്യമായും തീർന്നു. അടുത്ത വാക്യം കൂടി ശ്രദ്ധിച്ചേ, ആഴത്തിൻ മീതെ. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുക, ഈ ശൂന്യതയുടെ പിമ്പിൽ വേറൊരു ഇരുളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ടാണ് അല്ലേ? ഈ ഭൂമി കൊള്ളത്തില്ല, പിന്നെ അടുത്തൊരു ഭൂമി ദൈവത്തിനെ ഉണ്ടാക്കിയാൽ പോരായോ? അല്ല, ദൈവം അങ്ങനെയല്ല ചെയ്യുന്നത്. ദൈവം ഉണ്ടാക്കിയതിൽ ശൂന്യത വിതച്ചാൽ അതിനെ വീണ്ടും ദൈവം പുനരുദ്ധരിപ്പിക്കും. ഒരാമീൻ പറഞ്ഞാട്ട് ഹല്ലേലൂയ. എന്തോ ഒരു ചെറിയ ദൈവം ഒരു പ്രവൃത്തി നടക്കാൻ പോവുക. ശൂന്യമായ ചില പ്രതലത്തിൽ ഇതുവരെ നടക്കാത്ത ചില സൃഷ്ടിപ്പ് ഇനി നടക്കാൻ പോവുക. സ്തോത്രം. അതിനർത്ഥം എന്തുവാ? ആരുടെയെങ്കിലും ലൈഫ് ശൂന്യമായി പോയിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുക, നീ കാണാത്ത ആഴത്തിൽ ഒരു ഇരുട്ട് കിടപ്പുണ്ട്. പക്ഷെ നീ ഒരു കാര്യം ഇന്ന് മനസ്സിലാക്കണം, നിന്റെ മീതെ ആത്മാവ് ഇരിപ്പുണ്ട്. ആത്മാവ് വെള്ളത്തിന് മീതെ എന്ത് ചെയ്തു? എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ കണ്ണിന് കാണാത്ത ചില ഇരുള് ആഴത്തിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഓ, ഇച്ചിരൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ, ഈ എലീശാ പ്രവാചകന്റെ ശുശ്രൂഷ കാലയളവിൽ എലീശാ പ്രവാചകൻ ഇരട്ടി അഭിഷേകത്തിൻ്റെ നിറവ് പ്രാപിച്ചൊരു പട്ടണത്തിൽ വന്നപ്പം പട്ടണക്കാരെല്ലാം കൂടെ എലീശാ പ്രവാചകൻ്റെ അടുക്കൽ വന്നു. സ്തോത്രം. എന്നിട്ട് അവർ പറയുക, സ്തോത്രം, പ്രവാചക, ഞങ്ങളിരിക്കുന്ന പട്ടണം അതിമനോഹരമാണ്, പക്ഷേ ഞങ്ങളുടെ പട്ടണത്തിനൊരു പ്രശ്നമുണ്ട്. ഈ പട്ടണത്തിലെ വെള്ളം കുടിക്കാൻ കൊള്ളുകയില്ല. കുടിച്ചു കഴിഞ്ഞാൽ ഒരു സംഭവം, ഒരു കാര്യമുണ്ടാകും. ഞങ്ങളുടെ വീടുകൾക്കകത്ത് സ്ത്രീകളിൽ ഗർഭനാശം സംഭവിക്കും. അതെന്താ കാര്യം? ഞങ്ങളുടെ കണ്ണിന് കാണാത്ത വെള്ളത്തിൻ്റെ നീരൊഴുക്കിനകത്തൂടെ ഒരു ഇരുട്ടു യാത്ര ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ പട്ടണത്തിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുക. പ്രവാചകന്റെ വാക്ക, ഒരു തളികയിൽ ഉപ്പ് കൊണ്ടുവാ, നിന്റെ കണ്ണിന് മറയുന്ന ഇരുട്ടിനെ ഞാൻ ബ്രേക്ക് ചെയ്യാം. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. എനിക്കിവിടെയും ഒരു ദൂത് സഭയോട് പറയാനുണ്ട്. അനുഭവയോഗ്യമല്ലെന്ന് പറഞ്ഞ പലതും ഈ ദിവസങ്ങൾ അനുഭവ യോഗ്യമാകും. നിനക്ക് അനുഭവിക്കാൻ ഭാഗ്യമില്ലെന്ന് പറഞ്ഞ പലതും നിന്നെ കൊണ്ട് ദൈവം അനുഭവിപ്പിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കണ്ണോടിയെത്താത്തിടത്തൂടെ യാത്ര ചെയ്യുന്ന ഇരുട്ടിൻ്റെ വ്യാപാരം നീ അനുഭവിക്കേണ്ട നന്മയോടെ പറ്റിച്ചേർന്ന്, ഓ ജീസസ്, നിനക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ നിന്റെ കുടുംബത്തിനകത്ത് നാശം വിതയ്ക്കുന്ന ആ വാക്യം ദൈവദാസി ഒന്ന് വായിച്ചു കേൾപ്പിക്കും. രാജാക്കന്മാരുടെ പുസ്തകം, ദൈവത്തിന് സ്തോത്രം. അനന്തരം ആ പട്ടണക്കാർ, രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം. അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ. എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശവുമാകുന്നെന്ന് പറഞ്ഞു. അതിനവൻ, ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവീനെന്ന് പറഞ്ഞു. അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്നു അതിൽ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇരട്ടി അഭിഷേകത്താൽ നിറഞ്ഞ ഞാൻ പഥ്യമാക്കിയിരിക്കുന്നു. ഇനിയും ഇതിനാൽ മരണവും ഗർഭനാശവും ഈ വെള്ളം കുടിച്ച മരിക്കുകയല്ല, ഈ വെള്ളം കുടിച്ചാൽ ഉദരത്തിൽ കിടക്കുന്ന നശിക്കുകയല്ല, ഗർഭനാശവും ഉണ്ടാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നെന്ന് പറഞ്ഞു. അടുത്തത്, എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്ന് വരെ പഥ്യമായി, വെള്ളം ഇന്ന് ഈ ദൂത് പറയുന്നിടം വരെ പഥ്യമായിരിക്കുന്നു. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. സ്തോത്രം. നീ അനുഭവിക്കേണ്ടത്, നിന്റെ ദാഹം തീർക്കേണ്ടത്, അതിനോട് പറ്റി മറ്റൊരു ഇരുട്ട് യാത്ര ചെയ്യുക. പ്രവാചകൻ പറയുക, ഇന്ന് ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യും. ഇതുകൊണ്ട് ഇനി നിന്റെ കുടുംബത്തിൽ നാശം ഉണ്ടാകത്തില്ല. ആഴത്തിൽ വ്യാപരിക്കുന്ന ഇരുളിനെ ശ്വാസിച്ചകറ്റുന്ന ദൈവകൃപയുടെ വ്യാപാരം